ഉപവാസത്തിൻ്റെ വിശുദ്ധിയും പ്രാർത്ഥനയുടെ ഊർജവും ആത്മീയതയുടെ ശക്തിയും നിറഞ്ഞ പുണ്യ റമദാൻ. ഈ പുണ്യമാസത്തിൽ ഏഷ്യ ബഹ്റൈൻ ഒരുക്കുന്നു ഷഹറുർ റഹ്മ. ഷഹറുർ റഹ്മ നിങ്ങൾക്കായി ഒരുക്കുന്നു നാച്ചോ ഫുഡ് പ്രൊഡക്ട്സ് റമദാൻ സ്പെഷ്യൽ ഓഫർ. സപ്പോർട്ടഡ് ബൈ അൽ ഹിലാൽ ഹെൽത്ത് കെയർ. അവൈലബിൾ, അഫോർഡബിൾ, ആക്സസിബിൾ. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാഹ്. ഷഹറുർ റഹ്മ, കാരുണ്യത്തിൻ്റെ മാസത്തിൻ്റെ 11-ാം ദിവസം ഏഷ്യ ബഹ്റൈൻ നിങ്ങളുടെ മുമ്പിൽ. ബഹുമാനികളെ, ഞാനൊരിക്കൽ കൂടി റമദാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തതിനേക്കാളും ഒരുപാട് സൽസ്വഭാവം പഠിക്കൽ, ദുസ്വഭാവങ്ങളെ മാറ്റി നിർത്താവുന്നതാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അറബി ഭാഷയിൽ കിബിർ എന്ന് പറയുന്ന, അഹങ്കാരം എന്ന് പറയുന്ന, എല്ലാത്തിലും ഞാൻ വലിയവനെന്ന് കരുതുന്ന ഒരു സ്വഭാവം. അതിൽ ചിലതൊക്കെ അനുവദനിക്കപ്പെടേണ്ടതാണ്. ഉദാഹരണത്തിന്, എനിക്ക് പടച്ചതമ്പുരാൻ സ്വത്തിനെ തന്നു, മക്കളെ തന്നു, അനുഗ്രഹങ്ങളെ തന്നു. ഈ ബോധം പലപ്പോഴും ഒരുപാട് നന്മകൾ ചെയ്യാൻ അവനെ സഹായിക്കും. എന്നാൽ ഇവിടെ പ്രവാചകൻ പറഞ്ഞു, ഹൃദയത്തിൽ കടുകളവ് അഹങ്കാരമുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. എന്താണ് അഹങ്കാരം? പ്രവാചകൻ തന്നെ അതിൻ്റെ മറുപടിയും പറഞ്ഞു, ബത്തറുൽ ഹഖി വഗമത്തുൻ നാസ്. ആരെ കണ്ടാലും അവൻ അതിനേക്കാളും ഞാൻ അതിനേക്കാളും മെച്ചം. സത്യത്തെ അംഗീകരിക്കാനുള്ള ഹൃദയമില്ലായ്മ. ആരെ കണ്ടാലും അവരെ ഒന്ന് താഴ്ത്തി കാണുന്ന സ്വഭാവമാണ് കിബർ എന്ന് പറയുന്നത്. സത്യത്തെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിഷയം വരുമ്പോൾ അത് തെറ്റ് എന്ന് പറയുമ്പോൾ തെറ്റൊന്ന് ഉൾക്കൊള്ളാൻ ആ ഹൃദയം അനുവദിക്കില്ല. അതിനുവേണ്ടി അവൻ പാടുപെടും. വേറൊന്ന്, ആരെ കണ്ടാലും ഞാൻ ഒരു രീതിയിലല്ലെങ്കിൽ വേറൊരു രീതിയിൽ അവനെക്കാളും മെച്ചപ്പെട്ടവനാണ് എന്നുള്ള സ്വഭാവം. ഒരു ഡോക്ടർ വേറൊരു ഡോക്ടറെ കാണുമ്പോൾ ഞാനോ ഡോക്ടറെക്കാളും നല്ല കഴിവുള്ളവനാണ്, ഒരുപക്ഷെ മറ്റേ ഡോക്ടർ കഴിവുള്ളവനായിരിക്കും. ഈ സ്വഭാവമുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് പറയാൻ കാരണം, അഹങ്കാരമുള്ളവൻ പ്രവാചകൻ്റെ ഭാഷയിൽ സൽസ്വഭാവിയായിരിക്കില്ല. ഒന്ന്, അഹങ്കാരമുള്ളവൻ തെറ്റുകൾ ചെയ്യുമ്പോൾ ആ തെറ്റ് തിരുത്താൻ അവൻ്റെ മനസ്സ് അനുവദിക്കില്ലേ, ഞാൻ താണുപോയില്ലേ. രണ്ടാമത്തേത്, അഹങ്കാരമുള്ളവൻ അടുത്തവനിൽ ഒരു തെറ്റ് കണ്ടാൽ അത് ഉപദേശിക്കാൻ അവനിക്ക് മനസ്സ് അനുവദിക്കില്ല, നന്നായി പോവല്ലോ. മൂന്നാമത്തേത്, അഹങ്കാരമുള്ളവൻ ഒരു നന്മയും ഒരു മനുഷ്യനിൽ കാണുന്നതും തന്നെക്കാളെ ഒരുത്തൻ നന്നാവുന്നത് കാണുന്നതും അവനിക്ക് സഹിക്കില്ല. ഇങ്ങനെ ഒരുപാട് ദുർഗുണങ്ങളുടെ ഒരു സ്ഥാനമായിരിക്കും ഒരു അഹങ്കാരി. അതുകൊണ്ടാണ് അഹങ്കാരം സ്വർഗത്തിലേക്കുള്ളതല്ല, വിനയം സ്വർഗത്തിലേക്കുള്ള സ്വഭാവമാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ആ സ്വഭാവം കെട്ടിപ്പടുക്കുവാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. ആമീൻ.